ചക്കയൊക്കെ ഉണ്ടാവുന്ന കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ചക്കക്കുരു ഉണ്ടാവും വീട്ടിൽ. ചക്കക്കുരു ഉണ്ടായി കഴിഞ്ഞാൽ ഞാനത് എടുത്തിട്ട് കുഴിച്ചിടും. അത് നട്ടിട്ട് പ്ലാവാൻ വേണ്ടിയിട്ട് കുഴിച്ചിട്ടതിൻ്റെ അന്ന് തന്നെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാന്തി നോക്കും, അതിന് വേര് വന്നോ ചെടിയായോ എന്നൊക്കെ. പിറ്റേ ദിവസം ഞാൻ വീണ്ടും മാന്തി നോക്കും, അതിൻ്റെ വേര് വന്നോ ചെടി വലുതാവാറായോ എന്ന്. ഇങ്ങനെ നോക്കേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നട്ട അപ്പം തന്നെ ആ ചെടി ഉണ്ടായി, അതിൻ്റെ കായ് ഉണ്ടായി, ചക്കി ഉണ്ടായി തിന്നാം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ അത്രയും മണ്ടത്തരം നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. എന്നാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നന്നായി എന്നെല്ലാവരും പറയുക. നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ പെട്ടെന്ന് ഗ്രോത്ത് വരിക, അതൊക്കെ വളരെ സന്തോഷം തരുന്ന സംഗതികളാണ്. ഇതുപോലെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, നമ്മൾ ഒരു ചെടി നട്ടു, അന്ന് തന്നെ പൂവ് ഇട്ടു, വിളവ് അന്ന് തന്നെ നശിച്ചു പോണതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ആ സന്തോഷം കിട്ടി അതങ്ങോട്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ബലം കൂടെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ദൈവമാണ് ഇതൊക്കെ തരണേന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റാതെ നമ്മൾ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഉണ്ടാവുന്ന സന്തോഷം എത്ര വലുതായാൽ പോലും അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്, ഇതിൻ്റെ കഴിവായാലും ഈ ബലമായാലും ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് ദൈവത്തിനെ ആശ്രയിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടം ഉണ്ടായാൽ പോലും താങ്ങാനും ഒരു സമാധാനം ഉണ്ടാവും. അതുപോലെ സന്തോഷം ഉണ്ടായാലും നമുക്ക് അത്രയധികം അഹങ്കാരത്തേക്ക് പോവില്ല. താങ്ക് യു.